പറയപ്പെട്ട പന്തിരുകുലത്തിലെ ഒരു മകനാണ് പാക്കനാർ. പാക്കനാർ വളർത്തിയത് പറയ സമുദായത്തിൽപ്പെട്ട ആളാണ്. എല്ലാ വർഷവും അച്ഛനമ്മമാരുടെ ശ്രാദ്ധത്തിന് മക്കളെല്ലാം അഗ്നിഹോത്രിയുടെ വീട്ടിലാണ് ഒത്തുചേരുന്നത്. ശ്രാദ്ധകർമ്മങ്ങൾ കഴിഞ്ഞു. ചാത്തമുണ്ണാൻ നേരമായി. അഗ്നിഹോത്രികളുടെ സഹോദരങ്ങൾ എല്ലാവരും വിവിധ ജാതിക്കാരായതുകൊണ്ട് അഗ്നിഹോത്രിയുടെ അന്തർജനത്തിനൊരു മടി. ഒടുവിൽ അഗ്നിഹോത്രിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ വിളമ്പാൻ തയ്യാറായി. പക്ഷേ മറക്കുട കൊണ്ട് മുഖം മറച്ചാണ് എന്ന് മാത്രം. ഊണ് വിളമ്പുന്നിടത്ത് എന്തിനാണ് ഓലക്കുട എന്ന പാക്കനാരുടെ ചോദ്യത്തിന് അത് പതിവ്രതയായ സ്ത്രീകളുടെ കടമയാണെന്ന് അഗ്നിഹോത്രി മറുപടിയും പറഞ്ഞു. പക്ഷേ തൻ്റെ പത്നിയാണ് പതിവ്രതയെന്നും പാതിവൃത്യത്തെക്കുറിച്ച് തൻ്റെ ഭാര്യയ്ക്കുള്ള അത്രയും അറിവ് ആർക്കുമില്ലെന്നും പാക്കനാർ വാദിച്ചു. ഒടുവിൽ അഗ്നിഹോത്രി പാക്കനാർക്കൊപ്പം പാക്കനാരുടെ വീട്ടിലെത്തി. വെളിയിൽ നിന്ന് പാക്കനാർ വിളിച്ചു, ഏയ് പറക്കള്ളി, വീട്ടിൽ എത്ര അരി ഇരിപ്പുണ്ട്? 2 നാഴി നെല്ലേ ഉള്ളൂ എന്ന് പറക്കള്ളി. എന്നാൽ 1 നാഴി എടുത്ത് കുത്തി ചോറ് വയ്ക്കൂ എന്നായി പാക്കനാർ. അവർ 1 നാഴി നെല്ലെടുത്ത് കുത്തി ചോറുണ്ടാക്കി. അപ്പോൾ പാക്കനാർ പറഞ്ഞു, ആ ചോറ് കുപ്പയിലേക്ക് കളഞ്ഞേക്കൂ. ഉടൻ തന്നെ ആ ചോറ് അവർ കുപ്പയിൽ കളഞ്ഞു. പാക്കനാർ വീണ്ടും പറഞ്ഞു, ബാക്കിയുള്ള നെല്ലുകൂടി കുത്തി അരിയാക്കി ചോറ് വയ്ക്കൂ. അവർ മറുത്തൊന്നും പറഞ്ഞില്ല. നെല്ലുകുത്തി ചോറുണ്ടാക്കി. അതും കുപ്പയിൽ കളഞ്ഞേക്കൂ, പാക്കനാർ കൽപ്പിച്ചു. 1 മണി അരി പോലും വീട്ടിലില്ല. പക്ഷേ ഭർത്താവിൻ്റെ വാക്ക് ഒരിഷ്ടക്കേടും കൂടാതെ തന്നെ അവർ അനുസരിച്ചു. ഇനി ഞാൻ ചെയ്തതുപോലെ അങ്ങയുടെ ഭാര്യയെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുമോ എന്നായി പാക്കനാർ. അഗ്നിഹോത്രി വീട്ടിലെത്തി. അന്തർജനത്തെ വിളിച്ചു അഗ്നിഹോത്രി പറഞ്ഞു, നാഴി നെല്ലെടുത്ത് കുത്തി അരിയാക്കി ചോറ് വെച്ച് കൊണ്ടുവരൂ. നെല്ല് കുത്തുന്നത് എന്തിനാ? അരി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. പോരാ, നെല്ല് കുത്തി തന്നെ അരിയാക്കണം. അങ്ങനെ അന്തർജനം നെല്ല് കുത്തി അരിയാക്കി ചോറ് വെച്ചു. ആ ചോറ് കുപ്പയിലെറിഞ്ഞോളൂ, അഗ്നിഹോത്രി പറഞ്ഞു. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ കഷ്ടപ്പെട്ട് നെല്ല് കുത്തി ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ചോറ് കുപ്പയിലെറിയാനോ? ഞാനത് ചെയ്യില്ല. അവസാനം അഗ്നിഹോത്രിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ ആ ചോറ് കുപ്പയിലെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്താണ്. അവർ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് എത്ര വിളിച്ചിട്ടും അവർ പുറത്തേക്ക് വന്നില്ല. അങ്ങനെ പാതിവൃത്യം എന്താണെന്നും അതിൻ്റെ മഹത്വം എന്താണെന്നും അഗ്നിഹോത്രിയെ മനസ്സിലാക്കിയത്രേ.